വേണ്ടി പങ്കുവയ്ക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന്. വിജയങ്ങൾക്കായി, നമ്മുടെ ഓരോ വിജയത്തിനും വേണ്ടി പദ്ധതി ഒരുക്കുന്ന ദൈവം നമ്മുടെ പരാജയങ്ങളെ അവിടത്തേക്ക് വിജയങ്ങളാക്കി മാറ്റാൻ നിമിഷങ്ങൾ മതിയെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല ദൈവം. മർക്കോസുകാർക്ക് എഴുതിയ സുവിശേഷത്തിലെ 5-ാം അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. നമ്മുടെ ഭയം എന്ന ഒരൊറ്റ വികാരത്തെ അവിടത്തേക്ക് വിശ്വാസം എന്ന നമ്മൾ വിശ്വസിച്ചാൽ അവിടത്തേക്ക് നമ്മുടെ ഭയങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് അവിടുന്ന് പറയുന്നു. ലൂക്ക 1:37 പറയുന്നു, 35 പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന്. നെഹമ്യാ 2:20 പറയുന്നു, സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും എന്ന്. വിജയം നൽകാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് വീണ്ടും വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്. ഹബക്കൂക്ക് 3:19 പറയുന്നു, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്ന് കലമാഞ്ച പാദങ്ങൾക്ക് എന്ന പോലെ എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി അവിടുന്ന് എന്നെ ഉന്നതങ്ങളിൽ നടത്തുന്നു. യെശയ്യാ 45-ാം അധ്യായം 2-3 വാക്യത്തിൽ പറയുന്നു, ഞാൻ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലും നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും എന്ന്. വാക്കുകൾ മതിയാകില്ല അവനെ വർണ്ണിക്കാൻ, ഭാഷകൾ പോരാ ആ രാജാതിരാജനെ വാഴ്ത്താൻ. യേശുവിനെ കാണാനോ പറയുവാനോ എൻ്റെ കാതുകൾക്കോ കണ്ണുകൾക്കോ കഴിവില്ല. പാട്ടുകളും ആയുസ്സും പോരാ നിന്നെ വർണ്ണിക്കാൻ, അവിടുത്തെ വർണ്ണിപ്പാൻ എൻ്റെ ചിന്തകളോ അനുഭവങ്ങളോ പോരാ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുന്നു, കം ആൻഡ് സീ, അവിടുത്തെ കണ്ട് വിശ്വസിക്കാനാണ് അവിടുന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 36-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എന്ന്. വിഷമത്തിലാണോ, നിങ്ങൾ ആകുലപ്പെട്ടിട്ടാണോ നിൽക്കുന്നത്? നിങ്ങളെ കാത്ത് ജീവിക്കുന്ന ഒരു ദൈവം, സക്രാരിയിൽ എന്നും വാഴുന്ന, എന്നും ജീവനുള്ള ഒരു ദൈവം അവിടെ ജീവിച്ചിരിപ്പുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതിയെന്ന്. നമ്മുടെ ആഗ്രഹമോ പ്രയത്നങ്ങളോ അല്ല, കർത്താവിൻ്റെ കരുണയാണ് എല്ലാത്തിനും അടിസ്ഥാനം. നമ്മുടെ പദ്ധതികളോ നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവർത്തനങ്ങളോ അല്ല, അവിടുത്തെ പദ്ധതിയും അവിടുത്തെ ഓരോ നീക്കങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. സംസാരിച്ചിടുന്ന ഒരു അരളിക്കയാകാൻ നീ തയ്യാറാണെങ്കിൽ ഈശോയ്ക്കായി